ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഗാസ പൂർണ്ണമായി പിടിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി ഇസ്രായേൽ. ബന്ദികളെ നഷ്ടമായേക്കുമെന്ന IADF മേധാവിയുടെ മുന്നറിയിപ്പും അവഗണിച്ചാണ് തീരുമാനം. പദ്ധതിക്ക് ഐകകണ്ഠേന അംഗീകാരം നൽകി ഇസ്രായേൽ. വിവരങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. അഗസ്റ്റ് സെബാസ്റ്റ്യൻ, ഇനി എന്തായാലും ഗാസയിൽ ഒരു സമാധാന നീക്കത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് ഇസ്രായേൽ കടന്നു കയറാൻ തീരുമാനിക്കുകയാണ്. സുരക്ഷാ ക്യാബിനറ്റ് ഗാസയിലേക്കുള്ള പൂർണ്ണമായ അതിൻ്റെ സൈനിക നടപടികൾ തുടരാനും ഗാസ പൂർണ്ണമായും പിടിച്ച് എടുക്കാനുമുള്ള തീരുമാനത്തിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ ദേശീയ സുരക്ഷാ മന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ഐകകണ്ഠ്യേന ഈ തീരുമാനം അംഗീകരിക്കുകയും ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിക്കുകയും ചെയ്തു. അതായത് നിലവിലുള്ള വെടിനിർത്തൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇസ്രായേൽ കൈക്കൊള്ളുന്നത്. അതായത് ഹമാസിൻ്റെ കയ്യിലുള്ള 59ഓളം വരുന്ന ബന്ദികൾ കൂടി ബാക്കിയുണ്ട്. അവരെ മുഴുവനായി വിട്ടുകിട്ടണമെന്ന നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന 3 ഘട്ടങ്ങളിലായി തീരുമാനിക്കപ്പെട്ടിരുന്ന വെടിനിർത്തൽ ഒറ്റ ഘട്ടത്തിൽ തന്നെ ബന്ദികളെ മുഴുവനായി വിട്ടു തരണമെന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ഇത് സംബന്ധിച്ച തർക്കം നേരത്തെ തന്നെ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസ് ബന്ദികളെ കൈമാറുന്നതും ഇസ്രായേൽ പലസ്തീനി തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നു. ഇരുപക്ഷവും വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന ആരോപണം പരസ്പരം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഏതായാലും ഉടനെ വളരെ പെട്ടെന്ന് തന്നെ ഗാസയിലേക്ക് ആക്രമണം നടത്തി ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്ന നിലയ്ക്കല്ല, അത് സംബന്ധിച്ച് ക്രമേണയുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറാക്കുകയും അതിന് സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തത്. അതായത് ഇപ്പോൾ ഗാസയിലേക്ക് സൈനിക നടപടികൾ വ്യാപിപ്പിക്കുക, തുടർന്ന് ഗാസ പലസ്തീനികളെ മുഴുവനായി തെക്ക് ഭാഗത്തേക്ക് നീക്കിയ ശേഷം തുടർന്ന് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നിങ്ങനെയുള്ള പദ്ധതിയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് IDF മേധാവി ഇയാൽ സമീർ നമുക്ക് ബന്ദികളെ ഇസ്രായേലിൻ്റെ ബന്ദികളെ നഷ്ടമായേക്കും എന്ന നിലയ്ക്കുള്ള കണ്ടീഷനടക്കം മുന്നറിയിപ്പടക്കം നൽകിയിരുന്നു. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കാനുള്ള സാഹചര്യം ഈ പദ്ധതിയിലൂടെ സംഭവിക്കും എന്നതടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇസ്രായേൽ ക്യാബിനറ്റിൻ്റെ തീരുമാനം. അതേസമയം മേഖലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച സന്ദർശനം നടത്തും. ഈ സന്ദർശന ശേഷമായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക. അതുവരെ നിലനിൽക്കുന്ന കരാറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി ഉള്ള ചർച്ചകൾ സാധ്യമാണോ എന്ന സാധ്യതയും അന്വേഷിക്കും. നമുക്കറിയാം, ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണ് 2020 ഈ വർഷം ആദ്യം ജനുവരി 15-ന് വെടിനിർത്തൽ നിലവിൽ വരികയും ഏതാണ്ട് 250ഓളം ഉണ്ടായിരുന്ന ബന്ദികളിൽ 144ഓളം ബന്ദികളെ കൈമാറുകയും 2000-കണക്കോളം പലസ്തീനി തടവുകാരെ ഇസ്രായേൽ കൈമാറുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ ബന്ദികളെ കൈമാറുന്ന സമയത്ത് ബന്ദി കൈമാറ്റം ഒരു ലോകത്തിന് മുമ്പിൽ ഒരു പ്രചാരണ പരിപാടിയായി ഹമാസ് മാറ്റുന്നുവെന്ന് ആരോപിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ആരംഭിക്കുന്നത്. മാത്രവുമല്ല, കൊല്ലപ്പെട്ടവരുടെ ശരീരം കൈമാറുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ശരീരം മാറിപ്പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തുകയും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പാരാമെഡിക്കൽ സംഘത്തെ ആക്രമിക്കുന്നു, അവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ശത്രുക്കളാണ് എന്ന നിലയിലുള്ള ആക്രമണം നടത്തിയെന്ന ഇസ്രായേൽ വാദം പിന്നീട് പൊളിയുന്നതും നാം കണ്ടു. ഇത്തരത്തിൽ ഇരുപക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി ആരോപണ പ്രത്യാരോപണം ഉണ്ടാവുകയും വലിയ ഏതാണ്ട് 2023 ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധം 2 കൊല്ലം പിന്നിട്ട് ഒരു സമാധാനത്തിലേക്കെന്ന സൂചന ലഭിക്കുന്ന തരത്തിലുള്ളൊരു കരാർ ഉണ്ടായെങ്കിലും ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇത് വീണ്ടും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ആണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ കാണാനാവുന്നത്. രുചീഷ്. ശരി, അഗസ്റ്റ് സെബാസ്റ്റ്യൻ, എന്തായാലും ഗാസ പൂർണ്ണമായി പിടിച്ചടക്കാനുള്ള ശ്രമത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ്. ഇസ്രായേൽ പാർലമെന്റ് എന്തായാലും ഐകകണ്ഠ്യേന അതിന് അംഗീകാരവും നൽകിയിരിക്കുകയാണ്. ഇനി ഗാസയിൽ നിലവിലുള്ള ആളുകളോട് സമീപ രാജ്യങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശത്തിന് അത് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും. അത്തരം നടപടികളിലേക്ക് പോവുകയും ചെയ്യും. കൂടുതൽ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുമെന്ന സൂചനയാണ് വരുന്നത്.